അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ PC ജോർജ് നേരാവാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കേട്ടോക്കൂ, അപ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. ഭാരതത്തെ നശിപ്പിക്കാൻ രാജ്യദ്രോഹ നടപടികളുമായി ആരിറങ്ങിയാലും ആ ഭീകരവാദികൾക്കെതിരെ ഞാൻ തുടങ്ങി വെച്ചിട്ടുള്ള ശക്തമായ നടപടിയുമായി ഒരു സംശയം വേണ്ട, തന്റേടമായി മുമ്പോട്ട് പോകും. ഇതാ ഈ വാക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ പറഞ്ഞത്. ഇദ്ദേഹം നേരാവാൻ തീരുമാനിച്ചിട്ടില്ല. കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി കേട്ടോ. ഈ ജാമ്യം കിട്ടിയത് അദ്ദേഹത്തിന് പറഞ്ഞ വാക്കുകൾ മുഴുവൻ നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടോ മറ്റൊന്നല്ല, ആരോഗ്യപരമായിട്ട് ഇദ്ദേഹം വളരെ മോശം അവസ്ഥയിലാണ്. 74 വയസ്സുണ്ടെന്നേ. 74 വയസ്സുണ്ടെങ്കിൽ ആ 7 വയസ്സിന്റെ ഒരു എന്താ പറയാ, ഒരു മെച്യൂരിറ്റി കാണിക്കുക എന്നൊക്കെ പറയും, അതില്ല കേട്ടോ. ഇയാൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ലോക്കൽ സംഖ്യകളെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. വായില് ആ മലഞ്ചാനലിൽ വന്നിരുന്നിട്ട് പച്ചത്തെറി പറയുമ്പോൾ, അല്ലെങ്കിൽ ഇതര മതസ്ഥരെ മുസ്ലിം ആളുകളൊക്കെ വളരെയധികം ഭീകരവാദികളെന്നൊക്കെ വിളിച്ചു പറഞ്ഞ സമയത്ത് ഒന്നും ഇദ്ദേഹത്തിന് തോന്നിയിട്ടില്ല ഞാൻ പറയുന്നത് തെറ്റാണെന്ന്. അതിപ്പോഴും തോന്നിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് ജാമ്യം കിട്ടിയെന്നും മറ്റും ഒരു ചെറിയ കാര്യം ഈ പത്രമാധ്യമങ്ങൾ വന്നിട്ടുണ്ട്. അതൊന്ന് കേട്ടിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വിദ്വേഷ പരാമർശത്തിൽ PC ജോർജിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് PC ജോർജ് സംബന്ധിച്ച് വളരെ നിർണായകമായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളിൽ ആശുപത്രിയിൽ തുടരുന്ന PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ ഈരാറ്റുപേട്ട കോടതിയിൽ നിന്നും ഒടുവിൽ വിധി വരികയാണ്. മതവിദ്വേഷ പരാമർശങ്ങൾ അടങ്ങിയ ചാനൽ ചർച്ചയിൽ പങ്കാളിത്തത്തിൽ PC ജോർജിന് ഈരാറ്റുപേട്ട കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, അതിനാടകീയമായ രംഗങ്ങളായിരുന്നു. PC ജോർജിനെതിരെ പരാതി കൊടുത്തത് മുതൽ ഇങ്ങോട്ട് ഏറ്റവും ഒടുവിൽ കോടതിയിലെത്തി കീഴടങ്ങുന്നതുവരെയുള്ള സംഭവ വികാസങ്ങളെല്ലാം തന്നെ ആദ്യ ദിവസം PC ജോർജിനെ റിമാൻഡ് ചെയ്ത ദിവസം തന്നെ ഈരാറ്റുപേട്ട കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. പക്ഷേ അന്ന് ജാമ്യാപേക്ഷ അടക്കം തള്ളിക്കൊണ്ടാണ് 14 ദിവസത്തേക്ക് PC ജോർജിനെ റിമാൻഡ് ചെയ്തത്. മാർച്ച് 10 വരെയായിരുന്നു PC ജോർജിന്റെ റിമാൻഡ് കാലാവധി. പക്ഷേ റിമാൻഡ് ചെയ്തതിന് പിന്നാലെ തന്നെ അനാരോഗ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് PC ജോർജിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗത്തിലാണ് PC ജോർജ് ഇപ്പോൾ. സുഹൃത്തുക്കളെ, എന്തൊക്കെയായാലും ഞാൻ ജയിലിൽ കെടുക്കില്ല, ആ അഴി എണ്ണാൻ വേണ്ടി ഞാൻ കെടുക്കില്ല എന്ന് PC ജോർജ് തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള നാടകീയമായ രംഗങ്ങളാണ്, അല്ലെങ്കിൽ നാടകമാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോയേക്കാം. എന്തായാലും അതിന്റെ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താണ് ഇദ്ദേഹത്തിന് ശരിക്കും പറ്റിയത് എന്നൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല എന്നതുകൊണ്ടും നമുക്ക് അതിലൊരു തീർപ്പൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. വളരെ 14 വയസ്സുള്ള മനുഷ്യനാണ്, സ്വാഭാവിക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇദ്ദേഹം പറഞ്ഞ ആ ഒരു വൃത്തികേടിന്, ആ ഒരു തെണ്ടിത്തരത്തിന് കൃത്യമായിട്ടും ജയിലിലേക്ക് ശിക്ഷ കിട്ടണം, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ശിക്ഷാവിധി എന്തായാലും കോടതിയിൽ നിന്ന് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ആരോഗ്യവും മറ്റു പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ജാമ്യം നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് ആശുപത്രിയിൽ ജയില് പോലെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന PC ജോർജ് ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് തുടർ ചികിത്സയ്ക്കായിട്ട് ഇദ്ദേഹം പോവുകയാണ് എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്നൊരു വിവരം. വാട്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞു വയ്ക്കുന്നത്, PC ജോർജ് ഇപ്പോഴും അയാളുടെ ആ ഒരു വർത്തമാനത്തെ കുറച്ച് കാണിക്കുന്നില്ല. താൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്നാണ് ഇപ്പോഴും PC ജോർജ് വിശ്വസിക്കുന്നത്. ഭാരതം എന്നുള്ള വാക്കുകളൊക്കെ പ്രയോഗിക്കുന്ന ആളുകളൊക്കെ ഒന്ന് സൂക്ഷിച്ചോളണം. അവർ വളരെയധികം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ സ്നേഹിക്കുന്നവരാണ്. എങ്ങനെ സ്നേഹിച്ചില്ലാതാക്കാം എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന ആൾക്കാരാണ്. പച്ചമതത്തിൽ പറഞ്ഞ സംഖ്യകളാണ്. അങ്ങനെ ഒരു കൃസംഖ്യയാണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു ജോർജ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ, PC ജോർജ് എന്ന് പറഞ്ഞ മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളെന്നാണ്. അതിൽ നിന്ന് ഇദ്ദേഹം ഒരു അണുകിട പോലും പുറകോട്ട് പോയിട്ടില്ല എന്ന് തന്നെയാണ് വീണ്ടും കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ടും, കോടതിയിൽ നിന്നല്ല, നമ്മുടെ ഈ ഒരു പോലീസ് സ്റ്റേഷനും അല്ലേ സുഹൃത്തുക്കളെ, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം പറയുന്നത്. ഒന്ന് വ്യക്തമായിട്ട് കേട്ടോക്കൂ. ഭാരതത്തെ നശിപ്പിക്കാൻ രാജ്യദ്രോഹ നടപടികളുമായി ആരിറങ്ങിയാലും ആ ഭീകരവാദികൾക്കെതിരെ ഞാൻ തുടങ്ങി വെച്ചിട്ടുള്ള ശക്തമായ നടപടിയുമായി ഒരു സംശയം വേണ്ട, തന്റേടമായി മുമ്പോട്ട് പോകും. ഭാരതത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇറങ്ങുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടികളായിട്ട് ഞാൻ മുന്നോട്ട് പോകും. പിന്നെ പൊന്നു സുഹൃത്തുക്കളെ, ഭാരതത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയതിന്റെ ഭാഗമായിട്ടുള്ള PC ജോർജ് അവിടെ വർത്തമാനം പറഞ്ഞേ.
എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ മലൻ ചാനലിൽ മറ്റാളൊരു സാധനം ഇട്ട് കൊടുത്തു, ആ മലരൻ. ആ ഇട്ട് കൊടുത്തപ്പോൾ അതിന്റെ പിന്നാലെ പിടിച്ച് ഇയാള് നല്ല പച്ചത്തെറിയും ഒപ്പം തന്നെ നമ്മുടെ മുസ്ലിങ്ങൾ മുഴുവൻ അസഭ്യം പറയുകയും ചെയ്തിട്ടുണ്ടായത്. അല്ല, ഭാരതത്തിനെ നശിപ്പിക്കാൻ ആരൊക്കെ ശ്രമിക്കുന്നു, അതിപ്പോൾ ഇയാൾ മാത്രമല്ല, ഭാരതത്തിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യ എന്ന് പറയാറുള്ളത്, ഇന്ത്യ മഹാരാജ്യത്തെ നശിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മളെല്ലാവരും അതിനെതിരെ പോരാടും. പക്ഷേ ഇദ്ദേഹം ഈ ഭാരതത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രത്യേക രീതിയിലൊക്കെ പറയുമ്പോൾ സൂക്ഷിക്കണം. അത് തീർച്ചയായിട്ടും മുസ്ലിം വിഭാഗത്തിനെതിരെയുള്ള വീണ്ടും ചട്ടുളികളാണ്. പക്ഷേ ഒന്ന് ലൈറ്റാക്കി പറഞ്ഞു എന്നുള്ളൂ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നേരാവുന്ന ഉദ്ദേശമില്ല, ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും. ബൈ.